ശോ, അത് വേണ്ട ഇറക്കാം. അല്ലാ, ഇക്കാകല്ലേ വരുന്നേ. വേഗം പോയിട്ട് ഉമ്മ അടുത്ത് പറയട്ടെ. ഇമ്മ, ഇക്കാക വരുന്നുണ്ട്. ഞാൻ വേഗം പോയിട്ട് പണികൾ നോക്കട്ടെ. നിങ്ങളെ താത്താടത്ത് പോയിട്ട് വേഗം കിടക്കാൻ പറയും. വേഗം ആവട്ടെ. ആ ശരി. പെങ്ങൾക്ക് എപ്പോ നോക്കിയാലും പണിയാണല്ലോ. അവളാണെങ്കിൽ നിൽക്കാൻ വല്ല പാവം. ആ മതി, ഇനി അവിടെ വെച്ചോ. ബാക്കി ഞാൻ ചെയ്തോളാം. നിന്റെ കെട്ടിയാൻ വരുന്നുണ്ട്, എന്റെ മകനെ. അവന്റെ അടുത്ത് ഇനി എന്തേലും പറഞ്ഞു കൊടുത്താ. ഇല്ലമ്മ, ഞാനൊന്നും പറയുന്നില്ല. അവൻ എന്തേലും ഡൗട്ട് തോന്നിയ മര്യാദക്ക് സന്തോഷത്തിന് അവിടെ പോയിരുന്ന് കിടന്നോ. ചെല്ലേ. ആ, അവൻ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം നീ അറിയും. മനസ്സിലായോ? ആ ശരി മിച്ചേ. ആ നീ വന്ന മോനെ, ഭക്ഷണം എടുക്കട്ടെ നിനക്ക്? വേണ്ട മിച്ചേ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാ വന്നത്. അല്ല, അൻസില എവിടെ? അവിടെ കാണാനില്ലല്ലോ. അവളവിടെ റൂമിൽ കിടക്കണുണ്ടാവും. പാവം ഗർഭിണിയല്ലേ, വെയ്യാത്തല്ലേ. അവളെ കൊണ്ട് ഒന്നും ഞങ്ങൾ ചെയ്യിക്കാറില്ല. ഞാനും നിന്റെ പെങ്ങളാണ് എല്ലാം ചെയ്യാറ്. അവിടെ പോയി നോക്കി നോക്ക്, റൂമിലുണ്ടാവും. അൻസില അങ്ങനെ ഇരിക്കണ കാരണം ഉമ്മാക്കും പെങ്ങൾക്കും നല്ല പണിയാണ്. എന്തായാലും ഒരു വേലക്കാരിനെ നിർത്തണം, അല്ലെങ്കിൽ ശരിയാവില്ല. അൻസില, നിനക്കൊന്നും ചെക്കപ്പിന് പോകേണ്ട ദിവസല്ലേ? അത് ഞാൻ വേഗം വന്നത്. എന്താ കിടക്കണം നീ? വേഗം എനിക്ക് ഒരുങ്ങിക്കേ. ആയോ? ആ പോണക്കാ. ഞാനൊന്ന് വയ്യാതെ തോന്നിയപ്പോഴേ കുറച്ചേരം ഒന്ന് കിടന്നതാ. ആ എന്തായാലും നീ എനിട്ടേ ആ റിപ്പോർട്ടും ഫയലൊക്കെ എടുത്തു വെക്ക് കേട്ടോ. ആ ശരിക്കാ, ഞാൻ ഇപ്പൊ റെഡി ആവാ. എന്നാ നീ വേറെ റെഡിയാവ്. ഞാൻ ഒന്ന് പോയിട്ടൊന്ന് റെഡി ആയിട്ട് വരാം കേട്ടോ. ആ മിച്ചേ, ഞാൻ അനുസരിച്ച് ഡോക്ടറെ കണ്ടിട്ട് വരാം കേട്ടോ. ഇനിയിപ്പോ നിന്ന് കഴിഞ്ഞാൽ ലേറ്റ് ആയി. വേഗം പോയിട്ട് വരാം. അപ്പൊ ശരി കേട്ടോ. ആ ഒന്ന് പോയിട്ട് വാ. ഡോക്ടർ പറഞ്ഞത് ഇവള് നല്ല വീക്കാണെന്നല്ലോ. മരുന്നൊന്നും കഴിക്കണ്ടെന്ന് ചോദിച്ചു. എന്നാലും ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നതെല്ലാം കഴിക്കണമുണ്ട്. ഫ്രൂട്ട്സ് കഴിക്കണ്ട, എല്ലാം കഴിക്കണുണ്ടല്ലോ. പിന്നെന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞു വീക്കാണെന്ന്? അന്ന് അവള് ഡോക്ടറോടൊന്നും തിരിച്ച് പറഞ്ഞില്ലല്ലോ. എന്തൊക്കെയോ ഞാനായതുകൊണ്ട് നടക്കണ്ട്. ഉമ്മ അവള് നന്നായി കഴിക്കണമെന്നും പറഞ്ഞു. എന്തായാലും ഇത് കണ്ടുപിടിക്കണം, അല്ലാതെ എന്നാൽ ശരിയാവില്ല. പോരാത്തന്നെ ഉമ്മയും പെങ്ങളാണ് എല്ലാ പണികളും ചെയ്യണത്. ഇവളാണെങ്കിൽ ഒരു പണിയും ചെയ്യണ്ടെന്ന് അവർ പറയണേ. എന്നിട്ട് ഇവള് വീക്കാണെന്ന് പറയുമ്പോൾ എന്തായാലും ഇത് കണ്ടുപിടിച്ചേ പറ്റൂ. ഞാനറിയാതെ എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്. ഇതെന്ന് നിങ്ങൾ രണ്ടുപേരും നേരം വൈകി ചായ കുടിക്കാൻ? സമയം ജൂണിയല്ലോ. ഇവിടുത്തെ പണികളൊക്കെ കഴിയണ്ട മോനെ, എന്നിട്ടല്ലേ ചായ കുടിക്കുക. എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷമുള്ള ഒരു കാര്യം പറയാം. നാളെ മുതലൊരു വേലക്കാരി ഇവിടെ വരുന്നുണ്ട്. മനസ്സിലാക്കാൻ എന്തായാലും നിങ്ങളെ സഹായിക്കാൻ പറ്റണില്ല. എന്തായാലും അവള് നാളെ വരും കേട്ടോ. പണിക്കാരി വരുന്നുണ്ട് പറഞ്ഞാൽ സന്തോഷിക്കല്ലേ വേണ്ടത്. ഇതിപ്പോ നിങ്ങളുടെ മുഖത്ത് ആകെ വിഷമാണല്ലോ. എന്താ പ്രശ്നം? പണിക്കാരൊന്നും വേണ്ട മോനെ. ആ പൈസ ഉണ്ടെങ്കിൽ നിനക്ക് നിന്റെ ഭാര്യയ്ക്ക് മരുന്ന് വാങ്ങിച്ചൂടെ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ ഉള്ള പണികൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും ചെയ്യാവുന്നേ ഉള്ളൂ. എന്തൊരു മുഖത്തൊരു സന്തോഷം കാണാത്തത്? പണിക്കാരനെ വിൽക്കാന്ന് പറയുമ്പോൾ സന്തോഷിക്കേണ്ടതല്ലേ? എന്നാൽ ഫുൾ ടൈം പണി ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്തോ തരികളുണ്ട്. ഇത് കണ്ടുപിടിച്ചേ പറ്റൂ. ആ എന്നാ ശരി മിച്ചേ, എന്നാ ഞാനേ പുറത്തേക്ക് പോയിട്ട് വരാം. ഒരാളെ കാണാനുണ്ട്. കുറച്ച് ടൈം വൈകും ഞാൻ വരാനേ. അപ്പൊ ശരി കേട്ടാ. എടി, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവുന്നേ? ഉമ്മാക്ക് എന്താ, അതൊന്നും ഡൗട്ട് ഉണ്ടാവില്ല. നമുക്ക് ചാടിച്ചിട്ട് അടുത്ത പണി തുടങ്ങാം.
അല്ലേ തമ്പുരാട്ടി കിടക്കുകയാണോ? മതി കിടന്നത്, അവൻ പോയി. ഇനി വേഗം പോയിട്ട് ഇവിടുത്തെ പണികൾ നോക്ക്. ഇനി അവൻ വരുമ്പത്തിന് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് കിടന്നവിടെ. എനിക്കാ നോക്ക്. മതി മതി കിടന്നത്. എനിക്ക് എന്തൊക്കെ വേണ്ടത് നിനക്കറിയാലോ. ഇനി പ്രത്യേകിച്ച് അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്താ അവൾക്ക് അറിയായിക? കൊറേ കാലമായില്ലേ അവള് തന്നെ ചെയ്യണോ? വേഗം എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഐഷാക്ക് വൈകുന്നേരം ആകുമ്പോ ജ്യൂസ് വേണം, ഉമ്മാക്ക് ചായ വേണം, അടിച്ചെടി തുറയ്ക്കണം, ചോറ് കൂട്ടാനൊക്കെ വെക്കണം. നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമേ ഞാൻ കഴിക്കാൻ പാടുള്ളൂ. അതൊക്കെ അല്ലേ? ശരി, എന്നാ പോയി ആദ്യം എനിക്കുള്ള ജ്യൂസ് എടുത്തിട്ട് വാ. പറഞ്ഞത് കേട്ടില്ലേ? പിന്നെ എന്താ നീ ഇരിക്കണേ? ആദ്യം എന്റെ മകൾക്ക് ജ്യൂസ് കൊണ്ടു കൊടുക്ക്, എന്നിട്ട് ഇവിടുത്തെ പണികൾ ചെയ്യാൻ നോക്ക്. വേഗം ആവട്ടെ, അവൻ വരുമ്പത്തിന് എല്ലാ പണിയും ചെയ്തിരിക്കണം. വേഗം. അല്ല, നിങ്ങൾ പോയില്ല ഇതുവരെ? ഇതൊക്കെയാണ് ഇവിടെ നടക്കണല്ലേ? നീ എന്നിട്ട് അത് എത്ര കാലമായിട്ട് എന്നോട് ഇത് പറയാഞ്ഞ്? ആ ഡോക്ടർ എന്നോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഡൗട്ട് അടിച്ചത്. എന്തായാലും ഇതൊക്കെ ഒന്ന് ചോദിക്കണം മിച്ചിനോട്. ചോദിക്കാൻ പറ്റില്ല. വേണ്ട, അവരോടൊന്നും ചോദിക്കണ്ട. എന്തേ രണ്ടുപേരും ഞെട്ടിയോ? ഞാനങ്ങോട്ടും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ എല്ലാം ഞാൻ കേട്ടു. സൂപ്പർ. ഉമ്മയും മോളും അഭിനയം സമ്മതിക്കണം. ഓസ്കാർ കിട്ടും അടുത്ത പ്രാവശ്യം കേട്ടോ. മിച്ചേ, നിങ്ങളുടെ ഞാൻ അത് പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ രണ്ടുപേരും വിശ്വസിച്ചില്ല മനസ്സിലാണ് ഞാൻ അവിടെ ആക്കി പോയത്. എന്നിട്ട് നിങ്ങളിത് എങ്ങനെ കഴിയണം? നിങ്ങളുടെ മോളെ പോലെ ഒരു മോളന്നല്ലേ അവളും ഒരു ഉമ്മാന്റെ മോളന്നല്ലേ? നിങ്ങളുടെ മോളെ പോലെ അവളെ കാണാൻ ശ്രമിക്കേ. അങ്ങനെ ശ്രമിക്കാത്തോളത്തോളം കാലം ഇവിടെ നന്നാവില്ല. പിന്നെ ഐഷ, നിനക്കും നാളെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. അത് നീ പ്രാർത്ഥിച്ചോ. എനിക്ക് അത്ര പറയാനുള്ളൂ. എന്താ ചെയ്യാ? എന്റെ കഷ്ടകാലം സഹിച്ചല്ലേ പറ്റൂ. ഞാൻ ഇനി അവളെ എന്റെ മകളെ പോലെ കണ്ടോളാം.